ഞാനൊരു 5-6 മാസം സ്ലീപ്പിംഗ് മോഡിലായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് വൈറലായിട്ടുള്ള ഒരു സ്പോട്ടിലോട്ടാണ് ഞാൻ ഈ തുള്ളിപ്പിടിച്ച് ചാടി പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വഴി കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ. കോഴിക്കോടുള്ളവർ എന്തായാലും പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. മിക്കവരും പോയിട്ട് റീലും വീഡിയോയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു സ്ഥലവുമല്ല, ചന്ദ്രേട്ടൻ്റെ ചായക്കടയാണ് കേട്ടോ. കോണോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റോഡിൻ്റെ അവിടുന്ന് താഴേക്കൊരു ചെറിയൊരു വഴിയുണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാലാണ് ഇതുപോലെ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലെത്തുന്നത്. പാർക്കിംഗ് ഒക്കെ സൗകര്യമുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര എന്താ പറയുക, പണ്ടത്തെ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നല്ല വാഴയിലയിലുള്ള അടിപൊളി ഒരു സദ്യയാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറല്ല കേട്ടോ, ചായ പലഹാരങ്ങളും ഫിഷ് ഐറ്റംസും ആണേ. പക്ഷേ ഞങ്ങൾ എത്തിയിട്ടുള്ള സമയം ഒരു ഉച്ചയല്ല വൈകുന്നേരം അല്ലാത്തൊരു സമയത്തായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ചോറാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കാന്താരി ചമ്മന്തിയും കറിയും ആ ഒരു പൊരിച്ച മീനും ഫിഷാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ. അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്ന, എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം ഊറുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിലേക്ക് ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനൊക്കെ എത്രയോ കാലമായിട്ട് ഒറ്റയ്ക്ക് വാരി കഴിക്കാനേ മടിയുള്ള ആളാണ്. അവ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കഴിക്കാൻ കേട്ടോ. ഫിഷൊക്കെ വളരെ ചെറുപ്പം മുതലേ റിയാൻ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുമായിരുന്നു. അവന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഫിഷൊക്കെ. അവനിങ്ങനെ നല്ല വൃത്തിയിൽ കഴിക്കുന്നതൊക്കെ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ എനിക്കും ഒരു മനസ്സ് നിറഞ്ഞ പോലെയായിരുന്നു. നമ്മളിപ്പോൾ വയറ് മാത്രം നിറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞാലാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ വരുന്നത്. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ചന്ദ്രേട്ടനാണ് കേട്ടോ ഇത്. മൂപ്പര് മോൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുകയാണ്, മോൻ അവിടെ നിന്ന് എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ഇത്രയും നല്ല സ്മാർട്ടായിട്ട് ഫുഡ് കഴിക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രേട്ടൻ കുറച്ച് രസവും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അറിയാൻ ഭയങ്കര സ്മാർട്ടായിട്ട് ഫുഡെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓൾറെഡി വയറ് നല്ല ഫില്ലായിട്ടുണ്ടായിരുന്നു, എന്നാലും പായസം വന്ന സ്ഥിതിക്ക് അതും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പായസമൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കേട്ടോ. നമുക്കൊരു വലിയൊരു മോഡേൺ ആയിട്ടുള്ള ഒരു സ്പോട്ടേ അല്ല, പക്ഷേ ഭയങ്കര ചില്ലായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾ നാരങ്ങ മിഠായി ഒക്കെ ആയി ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടി മടങ്ങുകയാണ് കേട്ടോ.